ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1834. ഇന്ന് ജനുവരി മാസം 7-ാം തീയതി. സുറിയാനി സഭയെ സംബന്ധിച്ച് യോഹന്നാൻ മാബ്ദാനായുടെ ചിരച്ഛേദനത്തിന്റെ പെരുന്നാൾ ദിനമാണ് ഇന്ന്. സ്നാപയോഹന്നാൻ ആരായിരുന്നു? യേശുവിന് വഴിയൊരുക്കുവാൻ കർത്താവിന്റെ മുന്നോടി. ആദ്യ സുവിശേഷത്തിന്റെയും മൂന്നാമത്തെ സുവിശേഷത്തിന്റെയും 3-ാം അധ്യായം, അതില് യോഹന്നാൻ സ്നാപകന്റെ നല്ലൊരു പ്രഭാഷണം കിടപ്പുണ്ട്. രണ്ടും കൂടി ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 12-ലേക്ക് എത്തുമ്പോൾ വളരെ വ്യത്യസ്തമായ വിധത്തിലാണ് പാതയൊരുക്കാൻ വന്ന മുന്നോടിയായ യോഹന്നാൻ നമ്മുടെ കർത്താവിനെ അവതരിപ്പിക്കുന്നത്. ആ ഒറ്റ രംഗം മതിയല്ലോ നമ്മുടെ കർത്താവിന്റെ ഒപ്പം യോഹന്നാനെ കൂടി നമ്മുടെ ഉള്ളിൽ ഒന്ന് പ്രതിഷ്ഠിക്കാനായിട്ട്. വളരെ വ്യത്യസ്തനായ യേശുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ആളാണ് യോഹന്നാൻ മാബ്ദാന. ഒരുപക്ഷെ അങ്ങനെ ഒരു യേശുവിനെ അതുവരെ നമ്മളാരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. എന്ത് പ്രത്യേകതയാണ് യോഹന്നാൻ സ്നാപകൻ ഈ വിധത്തിൽ പരിചയപ്പെടുത്തി തരുന്ന യേശുവിനുള്ളത്? വീശുമുറം അവന്റെ കയ്യിലുണ്ടെന്നാണ് യോഹന്നാൻ മാബ്ദാന ഓർമ്മപ്പെടുത്തുന്നത്. അയ്യോ, അങ്ങനെയൊരു ആയുധമായിട്ട്, അങ്ങനെയൊരു വസ്തുവൊക്കെ ആയിട്ട് നിൽക്കുന്ന യേശുവിനെ ഒന്ന് മനസ്സിൽ സങ്കല്പിക്കാൻ പോലും പാടാണ്. ഒരു അടുക്കളപ്പണിക്കാരനെ പോലെയല്ലേ. മുറമൊക്കെ അടുക്കളയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് പതിറ്റാണ്ടുകളായിട്ടുണ്ടാവും. എന്നാലും മുതിർന്നവർക്ക് മുറത്തെക്കുറിച്ച് ധാരണയുണ്ടാവും. യേശുവിന്റെ കയ്യിൽ ഒരു വീശുമുറമുണ്ട്. അവിടെ കൊണ്ട് യോഹന്നാൻ അവസാനിപ്പിക്കുന്നില്ല. അവൻ കളം നല്ലവണ്ണം വെടിപ്പാക്കും, ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കും, പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും ചെയ്യും. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവിനെന്ന് തന്നെയായിരുന്നു യോഹന്നാൻ മാബ്ദാനായുടെ ഒരു ഉണർവ് പ്രസംഗത്തിന്റെ തീം. മാനസാന്തരം മാത്രമല്ല, അതിന് തക്ക ഫലവും പുറപ്പെടുവിക്കണം. ഒടുവിൽ ഞാനും നിങ്ങളുമൊക്കെ ചെന്നു വീഴുന്നൊരിടത്തെക്കുറിച്ചാണ് പറഞ്ഞവസാനിപ്പിക്കുക. അത് തമ്പുരാന്റെ കയ്യിലുള്ള, ക്രിസ്തുയേശുവിന്റെ കയ്യിലുള്ള വീശുമുറത്തില്ല. അവിടെ കാലമെല്ലാം തെളിയിക്കും. അതുവരെ മറച്ചു വെച്ചതും ഒളിച്ചു പിടിച്ചതുമൊക്കെ പ്രകടമാകും. ആ വീശുമുറത്തിലെത്തുമ്പോൾ കനമുള്ള കതിരുകളൊക്കെ ശേഖരിക്കപ്പെടും. ഉള്ളിലൊന്നുമില്ലാത്ത ഇങ്ങനെ പറന്നു പോകേണ്ട പതിരുകളൊക്കെ മുറത്തിന് വെളിയിലേക്ക് ചിതറിത്തെറിക്കും. ഒടുവില് ആ പതിരെല്ലാം കൂടെ കെടാത്ത തീയിൽ ചുട്ടുകളയുന്ന പറയുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് യോഹന്നാൻ മാബ്ദാന കുറെ കൂടി അടുത്തെത്തുന്നുണ്ട്. അതും മാനസാന്തരപ്പെടാനായിട്ട്, കുറെ കൂടി മനുഷ്യനാവാനായിട്ട്, എന്നിട്ടോ അതിന് തക്ക യോഗ്യമായ വിധത്തിൽ ഫലം പുറപ്പെടുവിപ്പാനായിട്ട്. നമുക്ക് ഈ നല്ല ദിനം അതിന് കാതോർക്കാം, ഹൃദയം കൊടുക്കാം, നമ്മുടെ ജീവിതത്തെ, പ്രവർത്തനത്തെ സമർപ്പിക്കാം പ്രാർത്ഥനയോടുകൂടി. ആമേൻ.